നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. ജീസസ് വെറും 33 വയസ്സുവരെ മാത്രമേ ജീവിച്ചുള്ളൂ. കുരിശിലേറ്റപ്പെടും മുമ്പ് ആ ദേഹത്തിലേൽപ്പിച്ച എല്ലാ ശിക്ഷകളെയും മനസ്സിലേൽപ്പിച്ച എല്ലാ മുറിവുകളെയും സഹനം എന്നൊരൊറ്റ മറുപടി കൊണ്ട് അദ്ദേഹം നേരിട്ടു. ഞാനിന്ന് പറയുന്നത് സഹനത്തെക്കുറിച്ചാണ്. മറ്റുള്ളവർ നൽകുന്ന നൊമ്പരങ്ങളെ ഒരു പരിഭവവുമില്ലാതെ ഏറ്റെടുക്കുന്നതാണ് സഹനം. സഹനമാണ് ഒരാളെ മഹാനാക്കുന്നത്. സോക്രട്ടീസ്, ഏതൻസിലെ ഭരണാധികാരികൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും ഉപദേശങ്ങളും ഒന്നും ഇഷ്ടമായില്ല. അവർ സോക്രട്ടീസിനെ ജയിലിലടച്ചു. എന്നാൽ തൻ്റെ ലക്ഷ്യങ്ങളെ പിന്തുടരുന്ന കാര്യത്തിൽ സോക്രട്ടീസ് ഉറച്ചു നിന്നു. ഒടുവിൽ ഭരണാധികാരികൾക്ക് കടുത്ത വിദ്വേഷമുണ്ടായി. അവർ അദ്ദേഹത്തിന് മരണശിക്ഷ വിധിച്ചു. ഹെംലക് എന്ന വിഷം അദ്ദേഹത്തെ കുടിപ്പിച്ചു. പുഞ്ചിരിയോടെ അദ്ദേഹം അത് കുടിച്ചു. ചുറ്റും നിന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പൊട്ടിക്കരഞ്ഞപ്പോഴും മരിക്കുന്നതുവരെ സോക്രട്ടീസ് ചിരിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഗാന്ധിജി, സത്യവും നീതിയും മാത്രം മുറുകെ പിടിച്ച ഗാന്ധിജിയുടെ അന്ത്യവും സഹനത്തിൻ്റെതായിരുന്നു. 3 വെടിയുണ്ടകൾ ഗാന്ധിജിയുടെ നെഞ്ചിലും വയറിലുമായിട്ട് തുളച്ചു കയറി. 3ാമത്തെ വെടിയുണ്ട തറയ്ക്കുമ്പോഴും ഗാന്ധിജി കൈകളിങ്ങനെ കൂപ്പിക്കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. നീതിമാന്മാരിൽ പലരും ഇങ്ങനെ സഹനത്തിൻ്റെ കൊടുമുടികളിലേക്ക് നയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആലോചിക്കണം. അതുവരെ ഒപ്പം കൊണ്ട് നടന്ന ജൂദാസാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. യേശുവിന് അറിയാമായിരുന്നു അത് സംഭവിക്കും എന്നുള്ള കാര്യം. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് യേശു പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നിട്ടും ഒരു പരിഭവവും പറഞ്ഞില്ല. അത്രയും കാലം ഒപ്പമുണ്ടായിരുന്ന ഒരു ശിഷ്യൻ വെറും 30 വെള്ളിക്കാശിനായിട്ട് തന്നെ ഒറ്റിക്കൊടുക്കും എന്നറിഞ്ഞിട്ടും സഹിച്ചു. പത്രോസ് തന്നെ തള്ളി പറഞ്ഞപ്പോഴും സഹിച്ചു. യഹൂദിയയിലെ ഗവർണറായ പൊന്തിയോസ് പിലാത്തോസ് യേശുവിനെ വിട്ടയക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തോട് ചോദിച്ചു, ഒരാളെ വിട്ടയക്കാൻ തനിക്ക് അവകാശമുണ്ട്, അത് നിഷ്കളങ്കനായ യേശുവിനെ ആകട്ടെയോ എന്ന്. ആൾക്കൂട്ടം മുഴുവൻ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന്. അത് കേട്ടിട്ടും യേശു ഒരു പരിഭവവും പറഞ്ഞില്ല. മുൾക്കിരീടം തലയിലേക്ക് അമർത്തി വെച്ചപ്പോഴോ, കുരിശും ചുമന്ന് മല കയറേണ്ടി വന്നപ്പോഴോ, കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴോ ഒന്നും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. എല്ലാം സഹിച്ചു. ഖലീൽ ജിബ്രാൻ്റെ കൃതിയിൽ ഇത് അതിമനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. കുരിശിലേറ്റപ്പെട്ടപ്പോൾ അവൻ്റെ വലതുഭാഗത്ത് തളയ്ക്കപ്പെട്ട തസ്കരൻ അവനോട് ചോദിക്കുന്നുണ്ട്, നസ്രത്തിലെ യേശുവേ, താങ്കളും എന്നോടൊപ്പം രക്തമൊഴുക്കുന്നത് എന്തിനാണ് എന്ന്. യേശുവിൻ്റെ മറുപടി ഇതാണ്, എൻ്റെ കൈകളെ ഈ ആണികൾ കൊണ്ട് തറച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെയും കൈനീട്ടി ചേർത്ത് പിടിക്കുമായിരുന്നുവല്ലോ എന്ന്. സഹനമാണ് ഒരാളെ മഹാനാക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ഒന്നും ആവില്ലെങ്കിലും നമുക്കും സഹനത്തിൻ്റെ ബാലപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ നമുക്ക് നൽകുന്ന, നമ്മളോട് ഒട്ടി നിൽക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ക്രിസ്തുമസ് സന്ദേശം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസകൾ.